ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് മക്രോണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു 400 ഗ്രാമിൻ്റെ മക്രോണി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ അളന്ന് 2 കപ്പ് മക്രോണിയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഇതുപോലത്തെ ഒരു കപ്പിൽ 2 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ അതേ അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അതുകൊണ്ട് നമ്മളിതെപ്പോഴും അളന്നെടുക്കണം. ഞാനിവിടെ ഈ കപ്പിന് 2 കപ്പാണ് എടുക്കുന്നത്. ഇതിൽ 1 കപ്പിന് 3 ഗ്ലാസ് വെള്ളം, അതായത് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത്. ഈ ഒരു കപ്പിന് 3 കപ്പ് വീതം 2 കപ്പിന് 6 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് വേവിക്കാൻ പോകുന്നത്. നമുക്കിനി ഇതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് മക്രോണി 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. രണ്ടാമത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വേവാൻ വയ്ക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇനി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു കണക്ക് വെച്ച് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മക്രോണി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞു വെക്കേണ്ടതുണ്ട്. ഞാനിവിടെ 2 എരിവുള്ള പച്ചമുളകും ഒരു ടൊമാറ്റോ ഒരു സവാള എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിഞ്ഞു വയ്ക്കാം. ഞാനിപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാളയും തക്കാളിയും പച്ചമുളകും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഞാനിവിടെ 2 നാടൻ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചികഞ്ഞെടുക്കണം. മുട്ട ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. നമുക്കിതിൽ ഒരു പാത്രം വെച്ച് ചിക്കിയെടുക്കാം. ഈ സമയം നമ്മളുടെ മക്രോണി ഇവിടെ നന്നായി വേകുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അത് അടി പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായി വേവട്ടെ. തീ മീഡിയത്തിലേക്കിട്ട് പാത്രം അടച്ചു വയ്ക്കണം. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നല്ല പൊടി പോയിട്ട് എടുക്കണം. ചെറിയ തീയിലിട്ട് നന്നായി ഇതിനെ ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ഫോൺ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ 2 കൈ ഉപയോഗിച്ചൊരു പാത്രത്തിൽ പിടിച്ചിട്ട് നന്നായി ഇത് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിക്കുക ഉടയ്ക്കാനായിട്ട്. നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് കിട്ടണം. എൻ്റെ തീ ഇപ്പം ചെറിയ തീയിലാണുള്ളത്. ഞാനിത് മുരിച്ചെടുത്ത ശേഷം കാണിച്ചു തരാം. ചെറിയ പൊടികളായിട്ട് നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. നിങ്ങളുടെ ഇതിന് വലിയ മുട്ടയാണെങ്കിൽ 1 എണ്ണം മതിയാകും. നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് തീ കൂട്ടിയിട്ട് നമുക്കിത് വേഗം മുരിച്ചെടുക്കാം. മതി. ഇനി തീ ഓഫ് ചെയ്യാം. പാത്രം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ സവാള വഴറ്റിയെടുക്കാൻ. അതിലേക്ക് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ മക്രോണി ഇവിടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വേവ് പരുവമായിട്ടില്ല. ഇത് നന്നായി വേവണം. നല്ല വൈറ്റ് കളറിലേക്ക് വരും ഇത്. അതിനുശേഷം മാത്രമേ ഇതെടുക്കാവൂ. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം.
ഈ ചെറിയ തീയിലേക്ക് ഇട്ടിട്ട് സവാള വഴറ്റിയെടുക്കുക. സവാള ഒന്ന് ചെറിയ റെഡായി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. സവാള വഴന്നു വരുന്നുണ്ട്. ഇത് വളരെ ഈസിയായി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നമ്മുടെ മക്രോണി വേവാൻ മാത്രമേ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്ക് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ കഴിക്കാൻ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പ് ഞാൻ കൊഞ്ച് ഫ്രൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. കണ്ടിട്ടില്ലാത്തവർ കാണാൻ മറക്കരുത്. ലിങ്ക് ഞാൻ അയക്കാട്ടിൽ കൊടുത്തേക്കാം. സവാള അധികമൊന്നും റെഡായി ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ചെറുതായി ഒന്ന് വഴരണം. നമുക്ക് കടിക്കാൻ കിട്ടരുത്. സവാള നല്ലതായിട്ടൊന്ന് വെന്തലിയണം. മക്രോണി വെന്തെന്നറിയാനായിട്ട് നമ്മൾക്ക് ഒരു ചെറിയ കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം വേവത്തിൽ മുറിഞ്ഞു പോരുമ്പോൾ അതിൻ്റെ അർത്ഥം മക്രോണി വെന്തെന്നാണ്. എനിക്ക് കുറച്ച് നന്നായി വെന്തതാണ് ഇഷ്ടം. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നില്ല. കുറച്ച് സമയം കൂടി ഇത് വേവാൻ വെക്കുന്നുണ്ട്. ഇതെൻ്റെ ഇവിടെ വെള്ളമൊക്കെ ഏകദേശം പറ്റി വരുന്നുണ്ട്. ഞാൻ ഒരെണ്ണം ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് സ്പൂൺ കൊണ്ട് ഉടയ്ക്കാൻ പറ്റുന്ന വിധം ആവണം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തിട്ട് വെള്ളം ഊറ്റി വെക്കും. നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം പൂർണ്ണമായും മാറണം. നമ്മളിതിലേക്ക് പച്ചമുളക് എരിവുള്ള ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇതൊരു റെഡ് കളറിലല്ല ഉണ്ടാവുക ശരിക്കും. സൺഫ്ലവർ ഓയിലാണ് ശരിക്കും ഇതിൽ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ സൺഫ്ലവർ ഓയിൽ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തത്. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ തനതായ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടും. പൊടിയുടെ പച്ചമണം മാറട്ടെ കേട്ടോ. പൂർണ്ണം നമ്മുടെ മക്രോണി ഇവിടെ നല്ല വലിയ പീസസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോറി, ഇത് ആവി ക്യാമറയിലേക്ക് തട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഉണ്ടല്ലേ, നല്ല വലിയ പീസസായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം കുറേ അധികം വറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ച ശേഷം നമുക്കിത് കണ്ണാപ്പ് കൊണ്ട് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ആ സമയം നമുക്ക് നമ്മളുടെ പച്ചമണം മാറിയിരിക്കുന്ന സവാളക്കൂട്ടിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി വഴറ്റാം. നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ഇതുപോലൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഈ ഒരു കിഴുത്ത പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലുള്ളൊരു കണ്ണാപ്പ കൊണ്ട് ആണ് കോരി ഇതിലേക്ക് ഇടുന്നത്.
വെള്ളം കംപ്ലീറ്റ് പോകണം. ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാ മുഴുവൻ മക്രോണി ഞാൻ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് ആ പാനിലേക്ക് ഇത് മുഴുവനൂടെ ചേരുകയില്ല, എല്ലാം പുറത്ത് പോവുകയും മസാലയെല്ലാം അതിൽ പിടിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ പാനിൽ അതിന് കഴുകൊന്നും വേണ്ട, അതിൽ ആ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് ആ മസാലക്കൂട്ടുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ആ പാത്രം വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ അടുപ്പിൽ നിന്ന് അത് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ആ ചെറിയ പാനായതുകൊണ്ട് അതെല്ലാം പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തക്കാളി നമ്മുടെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. തക്കാളി ഒരു മീഡിയം തീയിലിട്ട് ഒന്ന് വേവാൻ അനുവദിക്കുക. ആ സമയം കൊണ്ട് നമ്മളുടെ മക്രോണി വെള്ളം എല്ലാം വറ്റി റെഡി ആയിക്കോളും. തക്കാളി ഏകദേശം പകുതി വേവായിട്ടുണ്ട്, മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഇളക്കിയ ശേഷം നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കണം. മക്രോണിക്ക് ഞാൻ നോക്കി നല്ല ഉപ്പുണ്ട്, അതിന് കറക്റ്റായിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയുകൊണ്ട് ഞാനൊരു ശകലം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മതി, ഇതെല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. മക്രോണി ഇതാ വെള്ളം എല്ലാം ഇവിടെ വലിഞ്ഞിരിപ്പുണ്ട്. പാത്രത്തിൽ നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ മുഴുവൻ മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് എല്ലാ മസാലകളും ഇതിൽ യോജിപ്പിച്ചെടുക്കണം. ഞാൻ എല്ലാം ഇതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കണം. അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് നല്ല ടേസ്റ്റി ആകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം എഗ് മക്രോണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിലത് 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനും നോട്ടിഫിക്കേഷൻ കിട്ടാനും കാണാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.